ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി പാലക്കാട്, AC വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജിൻ്റെയൊക്കെ PCB റിപ്പയർ ചെയ്യുന്നയാൾ. ഇന്ന് ഒരു ഒനീഡ ACയുടെ ബോർഡാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ F8 എന്ന് പറഞ്ഞിട്ടുള്ള എറർ ആയിട്ട് വന്നു. അപ്പോൾ അത് നമുക്കിതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ആദ്യം തന്നെ ഇതിൻ്റെ അത്യാവശ്യം കണക്ഷൻസൊക്കെ ഞാൻ കൊടുത്ത് നമുക്ക് ബോർഡൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ AC കണക്ഷൻ 230 വോൾട്ടിൻ്റെ ന്യൂട്രൽ, ഇവിടെ ഫേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി, ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി ഇത് ഇവിടെ കൊടുത്തു. ഫാൻ മോട്ടറിൻ്റെ മെയിൻ കണക്ഷൻ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻസറുകൾ, പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ, ഇത്രയും ഭാഗങ്ങൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തിട്ട് ഇതെങ്ങനെയാണ്, എന്താ അതിൻ്റെ എഫക്റ്റ് കാണിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. F8 എന്ന് പറഞ്ഞാൽ ഒരു സെൻസറാണ് പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ റൂം സെൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റ് 3.3K ആവറേജ് വരുന്നുണ്ട്. അത് 5Kയുടെ ഇതാണ്. അപ്പോൾ ടെമ്പറേച്ചറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും, നമുക്കറിയാലോ. 3.3K വരുന്നുണ്ട്. നമുക്ക് അവിടെ മാറ്റാം. ഇത് അതിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ട് ഇനി അടുത്ത് കോയിൽ സെൻസർ ഒന്ന് എടുത്ത് നോക്കാം. അതായത് പൈപ്പ് സെൻസറും അതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 74 ഓംസേ കാണിക്കുന്നുള്ളൂ. അതായത് ഡയറക്റ്റ് ഷോർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് കംപ്ലൈൻ്റാണ്. നമുക്ക് സെൻസർ ഒന്ന് മാറ്റിയിട്ട് നോക്കാം എന്തായാലും, അല്ലേ? ഒരു സംശയത്തിന് വേണ്ട. റൂം സെൻസർ ഞാൻ കോമൺ റൂം സെൻസർ ഒരെണ്ണം എടുത്തിട്ടുണ്ട് 5Kയുടെ. അത് നമുക്ക് ഇതൊരെണ്ണം മാറ്റിയിട്ട് നോക്കാം. ഇനി ഓൺ ചെയ്ത് നോക്കി എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ വേറെ എന്തൊക്കെ എററാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ പൈപ്പ് സെൻസറിൻ്റെ കാര്യം കണ്ടതാണ്. F8 ഒന്നുകൂടെ നമുക്ക് നോക്കാം. അത് എടുത്ത് വിട്ടപ്പോൾ F8 വന്നു. അത് കൊടുത്തപ്പോൾ അത് ശരിയായി. വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി അടുത്ത് റൂം സെൻസർ നമുക്കൊന്ന് എടുത്ത് നോക്കാം. റൂം സെൻസർ ഒന്ന് എടുത്ത് നോക്കാം. F7 റൂം സെൻസറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആയിരിക്കും. F7 കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ. ഇനി അടുത്ത് നമുക്ക് ഈ മോട്ടറിൻ്റെ കണക്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ നിന്ന് ഫീഡ്ബാക്ക് എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഔട്ട്പുട്ട് തന്നെ എടുത്ത് മാറ്റിയാലും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് അതൊന്ന് അറിയാൻ വേണ്ടി, എന്താ സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടി ഫീഡ്ബാക്ക് ഒന്ന് എടുത്ത് മാറ്റാം. ഫീഡ്ബാക്കിൽ ഒരു വയർ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. F6. അപ്പോൾ അതായത് F6 എന്ന് പറഞ്ഞാൽ മോട്ടറുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഫാൾട്ട്, അതായത് ഇൻഡോർ മോട്ടറുമായിട്ട് ഉള്ള ഫാൾട്ടാണ് F6. അതിപ്പോൾ ഫീഡ്ബാക്ക് കറക്റ്റായി കിട്ടാതിരുന്നാലും, അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായി കിട്ടാതിരുന്നാലും, ഈ കപ്പാസിറ്റർ ശരിയല്ലാതെ വർക്ക് ചെയ്യാതിരുന്നാലും, അതേപോലെ ഈ സ്വിച്ചിങ് ട്രയാക്ക് ഇത് കംപ്ലൈൻ്റ് ആയാലും, ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഇവിടെ 1-2 റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇത് ഏതെങ്കിലും കംപ്ലൈൻ്റ് ആയാലും, അല്ലെങ്കിൽ അവിടുന്ന് സ്വിച്ചിങ് പാസ് ചെയ്യുന്ന ഈ ഒക്ടോ കപ്ലർ കംപ്ലൈൻ്റ് ആയാലും ഒക്കെ ഈ F6 തന്നെ ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഈ 3 എററുള്ള സൊല്യൂഷൻ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.